ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തുടങ്ങിയ കുറച്ച് പണി കേട്ടോ. ഇന്നലെ ഭയങ്കര ഇടിയും മഴയായിരുന്നു. മുകളിൽ കുറച്ച് വിറകും ചകിരിയൊക്കെ ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് നനഞ്ഞു പോയിട്ടോ. അത് നനഞ്ഞു പോയത് പോട്ടെ, നമ്മുടെ കുഞ്ഞുമണീസൊക്കെ മഴ പെയ്തപ്പോൾ എവിടെ ഇരിക്കണം എന്നറിയാതെ പെട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരുടെ ഒരു സ്വഭാവം എന്താണെന്നറിയാം, ഇവിടെ നന്നാക്കാൻ വന്നപ്പോൾ അവരും ഒപ്പം പണിയെടുക്കാൻ കൂടുകയാണ്. ഒരെണ്ണത്തിനും പേടിയില്ല, ഒന്നുമില്ല, മാറി ഒരു സ്ഥലത്തേക്ക് പോലും ഇരിക്കാതെ കാലും ചോട്ടി കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടാണ്. എല്ലായിടത്തിലും വെള്ളം കെട്ടിക്കിടക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കി ഇവർക്ക് ഇരിക്കാൻ പാകത്തിനും ഈ വിറകൊക്കെ കൂടി ഒന്ന് ഉണക്കി പെറുക്കി എടുത്ത് വെക്കാനുള്ള പരിപാടി രാവിലെ തുടങ്ങിയ പണി കേട്ടോ. വൈകുന്നേരമായിട്ടും പണി തീർന്നിട്ടുണ്ടായിരുന്നില്ലേ. കുഞ്ഞുമണീസ് വാതിൽ തുറന്നു കൊടുത്ത സമയത്ത് കുറച്ച് നേരം ഉള്ളിലേക്ക് വന്ന് ഉണ്ണിക്കുട്ടനെ ഓടിച്ച് പുറത്തിറക്കുന്ന തിരക്കിലാണ് ഉള്ളത്. ഇവരാണെങ്കിൽ സാറിന്റെ കാൽ ചോട്ടക്കൂടെ ചെയ്യുന്ന പണീൻ്റെ ഇടയ്ക്ക് കൂടെ ചവിട്ടി പൊട്ടു എന്നുള്ള രീതിക്ക് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടെ കിടന്ന വിറകും ചകിരി എല്ലാം കൂടെ വാരി കൂട്ടി ഒരു സ്ഥലത്ത് നല്ലപോലെ അടുക്കി പെറുക്കി വെക്കുന്ന പരിപാടി കേട്ടോ ഈ കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഓണർ ഉമ്മ വന്ന് വിളിച്ചിട്ട് എനിക്ക് കുറച്ച് കാച്ചിൽ കൊണ്ട് തന്നു കേട്ടോ. ആ കാച്ചിലിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഒരു മനുഷ്യന്റെ കാൽപാദം പോലെ ഇരിക്കുന്ന ഒരു കാച്ചിൽ കേട്ടോ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയ പടച്ചൻ എന്തൊക്കെ രീതിയിൽ ഓരോ സാധനങ്ങളെയൊക്കെ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം അത് പുഴുങ്ങാലോ എന്ന് വിചാരിച്ചുകൊണ്ട് താഴെ പോയി കേട്ടോ. സാക്കാണെങ്കിൽ നോമ്പാണ്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് കൊടുക്കാലോ എന്ന് വിചാരിച്ചുകൊണ്ട് അതേപോലെ വെയിലാണ് ഇന്ന്. ഇന്നലെ ആണെങ്കിൽ ഒരു 4 മണി മുതൽ 7 മണി വരെയും മഴയും പെയ്തു കേട്ടോ. വെയിലും ഉണ്ടായിരുന്നില്ല. ഇതുകൊണ്ട് കാലിൻ്റെ രൂപത്തിലിരിക്കുന്നത്, ഇത് കാലിൻ്റെ നഖവും പാദവും ഒക്കെ പോലെ തന്നെ ഉണ്ടായിട്ടോ. അതിനെ ഞാൻ മുറിച്ച് വേഗം പുഴുങ്ങി അതൊക്കെ എടുത്തു വെച്ചു. അത്യാവശ്യം വീട്ടിലെ പണി ചെയ്യും, പിന്നെ സാറിൻ്റെ അടുത്തേക്ക് പോകും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുമായിരുന്നു ഞാൻ. അപ്പോഴത്തേക്ക് എല്ലാം അടുക്കി പിറക്കി ഒതുക്കി ഇവർക്ക് ഇരിക്കാനും മഴ നനയാതെയും കുറച്ച് ഷീറ്റൊക്കെ വലിച്ചതാ ഈ രീതിയിലേക്ക് സെറ്റപ്പ് ആക്കി. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്